ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ അപരാജിത സാരംഗിയുടെ മകൾ ഒരു അർച്ചിത സാരംഗി സ്ക്രീൻഷോട്ട് അടക്കം പബ്ലിഷ് ചെയ്യുകയാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ PA അവരുടെ അമ്മയോട് ആവശ്യപ്പെടുന്നു ഈ മകളുടെ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്നതടക്കം സ്റ്റാറ്റസ് ഇരിക്കുകയാണ്. ഇങ്ങനെ BJP കുടുംബത്തിൻ്റെ കുടുംബത്തിലെ ജെൻസിയോട് പോലും ഉത്തരം പറയാൻ കഴിയാത്ത, പ്രതിഷേധങ്ങൾക്ക് പരിഹാരം പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ BJP അനുഭവിക്കുന്നത് എന്നുണ്ട്. ഇപ്പം നോക്കൂ, ശ്രീ AK നടരാജ് പറയുകയാണ് പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രായോഗികം എന്ന് തോന്നുന്നത് ഇന്റർനെറ്റ് ഉപയോഗം ആണ് എന്നുള്ളത്. പ്രധാനമന്ത്രിക്ക് പാർലമെന്റിനെ വരുന്നതിനേക്കാൾ എളുപ്പം ഇൻസ്റ്റഗ്രാം വീഡിയോ ഇടുന്നതാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ചോയ്സ് അതാണ് എന്ന് കരുതി സമാധാനിക്കണോ നമ്മൾ? എനിക്ക് വളരെ രസകരമായി തോന്നി അനുരാജിന്റെ വാദഗതികൾ. ഒരു ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വെൻ ഫാക്ട്സ് ഫെയിൽ ഫിക്ഷൻ ബിക്കംസ് യുവർ റെഫ്യൂജ്. വസ്തുതകൾ ഇല്ലാതാകുമ്പോൾ ഭാവനകളിൽ നിങ്ങൾ അഭയം തേടുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ അനുരാജ് നടത്തിയത്. എൻ്റെ അനുരാജ്, നമ്മുടെ ഭരണഘടനയിലെ നെടുന്തൂണുകൾ എന്താണ്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, നാലാമത്തെ നെടുന്തൂണെന്ന് പറഞ്ഞ മീഡിയ. ഇത് തമ്മിലുള്ള നൈരന്തര്യമല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്? നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോയിക്കോളുന്നു. പക്ഷെ നിങ്ങൾ പ്രധാനമന്ത്രിയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നിങ്ങൾ കാണിക്കേണ്ട ഔദാര്യമല്ല, പാർലമെന്റിനോട് വിധേയപ്പെടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പാർലമെന്റിനോട് വിധേയപ്പെടുന്ന പോലെ തന്നെയാണ് നമ്മുടെ അനൗദ്യോഗിക നെടുന്തൂണായ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നല്ലത്. ഇനി താങ്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അത് താങ്കളിങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്. അതായത് ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കേസിനെ പിടിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ്ശ്രമമാണ്. ഏത് അന്തർദേശീയ അന്താരാഷ്ട്ര നേതാവാണ് അനുരാജ് മാധ്യമപ്രവർത്തകരെ കാണാത്തത്? ഇപ്പോൾ പ്രധാനമന്ത്രി മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എത്ര അസുഖകരമായ ചോദ്യങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അദ്ദേഹം പത്രക്കാരെ കാണുന്നില്ലേ? ആരാണ് കാണാത്തത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ദയവ് ചെയ്ത് ഒരു ജനാധിപത്യം നമ്മൾ വിഭാവനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഏത് നേതാവാണ്? പിന്നെ താങ്കൾ മൻമോഹൻ സിംഗിനെയൊക്കെ പറഞ്ഞു. എൻ്റെ അനുരാജെ, നിങ്ങളുടെ പാർട്ടിക്കാർ പണ്ട് ഇൻക്ലൂഡിങ് നരേന്ദ്രമോദി ആ മൻമോഹൻ സിംഗിനെ അദ്ദേഹം വേണ്ടത്ര സംസാരിക്കുന്നില്ല എന്ന് ആക്ഷേപിക്കാൻ വേണ്ടി മൗൻമോഹൻ സിംഗ് എന്നാണ് നിങ്ങൾ വിളിച്ചിരുന്നത്. ആ മൗൻമോഹൻ സിംഗ് പാർലമെന്റിൽ നൽകിയ ഉത്തരങ്ങളെക്കാൾ എത്രയോ കുറവ് ഉത്തരമാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നൽകിയത്. ആ മൗൻമോഹൻ സിംഗ് നടത്തിയ പത്രസമ്മേളനങ്ങളെക്കാൾ എത്രയോ കുറവാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നൽകിയത്. കുറവല്ല, ഇല്ലാത്തത്. പിന്നെ താങ്കൾ പറഞ്ഞു അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. ഞാനൊരു അഭിമുഖത്തിൻ്റെ കാര്യം പറയാം. ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയില്ല. ചോദ്യങ്ങൾ നേരത്തെ എഴുതി കൊടുത്തു, ക്യാമറ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്തു, എന്തായിരിക്കണം ഔട്ട് വരേണ്ടതെന്നുള്ളത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണോ മിസ്റ്റർ അനുരാജ് ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരി നൽകുന്ന അഭിമുഖം? ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത അഭിമുഖങ്ങൾ എന്ന് പറയുന്നത് അത് അഭിമുഖമാവുമോ? അത് അഭിമുഖമല്ല, അതൊരു തിരക്കഥയുടെ അടിസ്ഥാനപ്പെടുത്തിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഉള്ളടക്കമാണ്. ഇപ്പോൾ നമ്മുടെ നടൻ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് മാങ്ങ ചീന്താൻ അറിയുമോ, മാങ്ങാപ്പഴത്തിൻ്റെ തോല് ചെത്താൻ അറിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ? അതാണോ ഇന്ത്യ ആഗ്രഹിക്കുന്നത്? പിന്നെ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. ഗ്രാമീണ മേഖലയിലെ ഗ്രാമീണ ആൾക്കാരുള്ളത് കൊണ്ടാണ് അദ്ദേഹം, എൻ്റെ പൊന്നു അനുരാജ്, നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ജെൻസി അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജെൻസിയാണ് അനുരാജെ കാണുന്നത്? ഡൽഹിയിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 2 തവണ നിങ്ങൾ പ്രധാനമന്ത്രി അവതരിച്ചു. ഇന്റർനെറ്റ് ഷട്ട് ഡൗണാണ്. അപ്പം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള യുക്തി വേണ്ടേ? അപ്പം നിങ്ങൾക്ക് വല്ലാത്തൊരു യുക്തിരാഹിത്യം സംഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റ കാര്യവും താങ്കൾ ചെയ്യേണ്ടതുള്ളൂ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരരുത്. അദ്ദേഹം ഒരു സ്വകാര്യ പൗരനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം വേണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലിപ്രോംപ്റ്റർ വെച്ചിട്ട് വേണം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നടത്തിക്കോട്ടെ. അദ്ദേഹം പാർലമെന്റിൽ വരണ്ട, അദ്ദേഹം പത്രക്കാരെ കാണേണ്ട കാര്യമില്ല,
അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടും മറുപടി പറയേണ്ട കാര്യമില്ല. ഒരു പാർലമെന്ററി ചോദ്യവും അദ്ദേഹം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒന്നും വേണ്ടതില്ല. അതിന് പകരം ഞങ്ങൾക്കിതാണ് പഥ്യം, ഞങ്ങൾക്കിതാണ് ഗുണകരം, അതുപോലെ ഗ്രാമീണ ഇന്ത്യക്കാർ മുഴുവൻ ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമാണ് കാണുന്നത്, അല്ലെങ്കിൽ മൻ കി ബാത്താണ് കേൾക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രത്യേക അലിബായി ശരി തീരുമാനിച്ചിട്ട് ആ രൂപത്തിൽ മറുപടി പറയാനുള്ള അവകാശം പ്രധാനമന്ത്രിക്കില്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.